ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് +1 മാത്സ് എക്സാം ആയിരുന്നു. ഓക്കെ, എനിക്ക് 3 ഇമ്പ്രൂവ്മെൻ്റാണ് ഞാൻ കൊടുത്തത്. ഞാൻ ജസ്റ്റ് മാർക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വെറുതെ വേണ്ടി കൊടുത്തതാണ്, ടു ബി ഹോണസ്റ്റ്. എനിക്ക് 3 ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു: കെമിസ്ട്രിയും മാത്സും ഫിസിക്സും. പിന്നെ ലാസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് മാത്സ് ആയിരുന്നു. ആൻഡ് എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മാത്സ് കുറച്ച് ടഫായിരുന്നു. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ എക്സാമിനെക്കാട്ടിലും നല്ല ടഫായിരുന്നു. കഴിഞ്ഞ വർഷത്തെ എക്സാം ആക്ച്വലി ഭയങ്കരമായിട്ടുള്ള ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു. അതിനെക്കാട്ടിലും കുറേ ടഫായിട്ടാണ് ഈ എക്സാം എനിക്ക് തോന്നിയത്. ആൻഡ് എനിക്ക് ഈ എക്സാം എന്ന് പറഞ്ഞാൽ ടഫാണോ ഈസിയാണോ ആവറേജ് ആണോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നോക്കിയിട്ടുണ്ടായിരുന്ന ഒരാളല്ല. ആൻഡ് ഓൾസോ ഞാൻ +1 വേണ്ടി കുറേ ദിവസമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തതുമില്ല ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി. ഞാൻ ജസ്റ്റ് ഇന്നലെ ഒരു ദിവസവും ഇന്ന് ഉച്ചവരെയുള്ള സമയമാണ് ഞാൻ ഈ മാത്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാറ്റിയത്. സോ ആക്ച്വലി അപ്പോൾ അത്രയും പ്രിപ്പയർ ചെയ്തതിൽ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. ഞാൻ സെറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഈസി ആയിട്ട് തോന്നി. ആൻഡ് പിന്നെ ലാസ്റ്റ് എനിക്ക് പിന്നെ +1 കുറേ പിള്ളേർ പറഞ്ഞു പാടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. എനിക്ക് ടഫായിരുന്നു. ആൻഡ് എനിക്ക് +1 കിട്ടിയതിനേക്കാളും കൂടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം കുറച്ച് ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് പിന്നെ ക്വസ്റ്റ്യൻ വാസ് ആക്ച്വലി ഈസി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. പിന്നെ 4th ക്വസ്റ്റ്യനിലേ ഞാൻ 50 ആണ് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാത്തിൻ്റെ ആൻസർ പറയുന്നില്ല, എല്ലാത്തിൻ്റെ ആൻസർ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് 9th ക്വസ്റ്റ്യൻ ആക്ച്വലി എളുപ്പമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് 10th ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. പിന്നെ LHL = not RHL, therefore G is not a function എന്നാണ് എഴുതിയത്. അത് കഴിഞ്ഞ് പിന്നെ 14th ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ 20th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് മീൻ എനിക്ക് കിട്ടിയത് 27, വേരിയൻസ് 132 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയത് 11.4. ഓക്കെ, അത്രയും ഡിസ്കസ് ചെയ്യാൻ എനിക്കിത് അറിയുള്ളൂ. ഞാൻ എല്ലാം ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു, പക്ഷേ എല്ലാം കറക്റ്റാണെന്ന് എനിക്ക് വലിയ ഉറപ്പും ഇതൊന്നും ഇല്ല. സോ ആക്ച്വലി എനിക്ക് കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. ആൻഡ് കുറേ +1കാരും പറഞ്ഞു ടഫായിരുന്നു എന്ന്. ഇനിയിപ്പോൾ ടഫായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കുകയൊന്നും വേണ്ട. അടുത്ത വർഷം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അത്രയും മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ. നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തലേദിവസം കൊണ്ടുവച്ച് ഇതേപോലെ ഇമ്പ്രൂവ്മെൻറ്റ് തലേദിവസം കൊണ്ടുവച്ച് പഠിക്കാതെ ഒരു മാസം മുമ്പ് എല്ലാം ഒക്കെ പ്രിപ്പറേഷൻ തുടങ്ങിയാലും നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യമേ അല്ല നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യമേ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെക്കൊണ്ട് പറ്റും, പക്ഷേ ആ ഒരു +2 ലാബ് എക്സാമിൻ്റെയും +2 മോഡൽ എക്സാമിൻ്റെയൊക്കെ ഇടയിൽ +1 അത് പഠിക്കാൻ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടെൻഷനും പ്രഷറും ഒക്കെ ആയിരിക്കും എന്നേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് പറ്റും. ആൻഡ് മാത്സ് മാത്രമേ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു +1 കുറച്ച് പാടായിട്ട് വന്നത്. അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ആൻഡ് ഇപ്പം മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മതി. അപ്പോൾ അവർക്ക് മാത്സിൻ്റെ സ്കോർ അധികം നോക്കില്ല. എൻട്രൻസിനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും കോച്ചിങ്ങിനൊക്കെ അഡ്മിഷൻ ആണെങ്കിലും മാത്സിൻ്റെ സ്കോർ നോക്കില്ല. ഇനി അതല്ലാതെ 520 നിങ്ങൾക്ക് മാർക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എഴുതാം. സോ ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് ആരും ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നിങ്ങളുടെ എല്ലാം എക്സാം കഴിഞ്ഞു. ആൻഡ് ഇനി നിങ്ങൾക്ക് +2 ആണ്. സോ ഇനി നിങ്ങൾ ഇനിയിപ്പം വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചിട്ട് +2 നല്ലപോലെ പഠിക്കുക. ഓക്കെ, +2ൻ്റെ മാർക്ക് നിങ്ങളിനിയും കൊണ്ട് കളയാതെ ഇരിക്കുക. +2 നല്ലപോലെ പഠിക്കാൻ. +2 എന്ന് പറയുന്നത് +1 പോലെയേ അല്ല, +1നെക്കാട്ടിലും എളുപ്പമാണ്. നമ്മൾ ആക്ച്വലി ഹയർ സെക്കൻഡറിയിലെന്ന് പറയുമ്പം ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് +1 ആണ്, +2നെക്കാട്ടിലും. അതായത് പെട്ടെന്ന് പഠിച്ചെടുക്കാനൊക്കെ എളുപ്പം +1 ആണ്. അപ്പോൾ നിങ്ങൾ +2 തുടക്കം മുതലേ പഠിപ്പിക്കുന്ന അന്ന് തന്നെ പഠിച്ചു പോവുക. ആൻഡ് അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.